കോൺഗ്രസിന്റെ 141 സ്ഥാപക ദിനമാണ് ഇന്ന്. ദില്ലിയിൽ വിപുലമായാണ് ആഘോഷ പരിപാടികൾ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത പങ്കാണ് കോൺഗ്രസിന്റേത്. കഴിഞ്ഞ 141 വർഷങ്ങളിലെ കോൺഗ്രസിന്റെ ചരിത്രം നമുക്കൊന്ന് കണ്ടുവരാം. 140 വർഷങ്ങൾക്ക് മുൻപൊരു തിങ്കളാഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികളുടെ ഒരു യോഗം നടന്നു. ഇന്ത്യയിലെ ദേശീയ സ്വഭാവമുള്ള ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ രൂപം കൊണ്ടു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ പരമാധികാരമെന്ന ആവശ്യവുമായി ആ പ്രസ്ഥാനം പ്രക്ഷോഭം തുടങ്ങി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖമായി കോൺഗ്രസ് മാറി. ബ്രിട്ടീഷുകാരെ അടിയറവ് പറയിച്ച 62 വർഷം നീണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടം. ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരും രക്തസാക്ഷികളായവരും നിരവധി. ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് ദരിദ്രമാക്കിയ രാജ്യത്തെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയതിൽ കോൺഗ്രസിനും അപ്പുറം അവകാശമുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. രാജ്യത്തെ ആണവശക്തിയായും IT ഹബ്ബായും മാറ്റി. ബാങ്ക് ദേശസാൽക്കരണം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം എന്നിങ്ങനെ രാജ്യ ചരിത്രത്തിലെ തിളക്കമാർന്ന എണ്ണമറ്റ അധ്യായങ്ങൾ. നെഹ്റു മുതൽ മൻമോഹൻ വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ നിര. 5 പതിറ്റാണ്ടിലധികം രാജ്യത്തിന്റെ അധികാരം കൈയാളിയിരുന്ന കോൺഗ്രസിനെ കാലക്രമേണ അഴിമതി ഗ്രസിച്ചു. ചേരിപ്പോരും എണ്ണമറ്റ പിളർപ്പുകളും സംഘടനാ തലത്തിലും ദുർബലമാക്കി. 2014 ശേഷം നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ BJPയിൽ ചേർന്നു. വർഷങ്ങളോളം ഭരിച്ച പല സംസ്ഥാനങ്ങളിലും പേരിന് മാത്രമായി മാറി. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി കോൺഗ്രസ് നടത്തിയ അപ്രതീക്ഷിത തിരിച്ചുവരവ് എഴുതിത്തള്ളാറായിട്ടില്ലെന്നതിന് തെളിവാണ്. സംസ്ഥാന തലത്തിൽ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാനുള്ള നയങ്ങൾ പ്രവർത്തക സമിതിയിൽ തീരുമാനമാകുമെന്ന് കരുതാം. ജനപിന്തുണയുള്ള നേതാക്കളെയും വളർത്തിയെടുക്കേണ്ടതുണ്ട്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.